ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രശാന്ത് എന്ന നടന്റെ റൈസ് ആൻഡ് ഡൗൺഫോളിനെ കുറിച്ചാണ്. സോ പ്രശാന്ത് വന്നിട്ട് 6 ഏപ്രിൽ 1973 ജനിച്ചത്. പുള്ളിക്കാരൻ വന്ന് പഠിച്ചത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് മൾട്ടിമീഡിയ ട്രിനിറ്റി കോളേജ് ലണ്ടനിലാണ് പുള്ളിക്കാരൻ പഠിച്ചത്. പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് ഇൻറ്റൻഷൻ ഡോക്ടർ ആവണമെന്നായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ പിയാനോയിൽ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ അടുത്ത് റിലീസ് ചെയ്ത അന്തകനിൽ കണ്ടില്ലേ, അത് ചുമ്മാ വായിക്കില്ല, പുള്ളി ശരിക്കും ട്രെയിൻ ചെയ്ത ആളാണ്. പുള്ളി ഒരു ആക്ടറാണ്, ബിസിനസ് മാനാണ്, പ്ലേ ബാക്ക് സിംഗറാണ്, പ്രൊഡ്യൂസറാണ് എന്നിങ്ങനെ നിരവധി മേഖലകളിൽ പുള്ളി കൈവച്ചിട്ടുണ്ട്. പുള്ളിയുടെ കരിയറിലെ പീക്ക് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് 90s നമുക്കറിയാലോ, ജീൻസ് ഒക്കെ ഉള്ള പടം ഇറങ്ങിയ ടൈം. പക്ഷെ പുള്ളി ഒരു നെപ്പോ കിഡാണ്. അതായത് പുള്ളിയുടെ അച്ഛൻ ത്യാഗരാജൻ ഒരു ഡയറക്ടർ ആക്ടർ ആണ്. പ്രശാന്ത് സിനിമയിലേക്ക് വന്നത് 17-ാമത്തെ വയസ്സിലാണ്. ഫസ്റ്റ് മൂവി വന്നിട്ട് വൈകാസി പുറന്തിരിച്ചു. അത് ഇറങ്ങിയത് 1990-ലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി ബാലു മഹേന്ദ്ര, മണിരത്നം അങ്ങനെയുള്ള വലിയ വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് 1998-ല് പുള്ളി ശങ്കറുമായി കൊളാബറേറ്റ് ചെയ്തിട്ട് ജീൻസ് എന്ന സൂപ്പർ ഡൂപ്പർ ഹിറ്റ് മൂവി നമുക്ക് സമ്മാനിച്ചത്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ, പുള്ളിക്കാരൻ മലയാളത്തിൽ നമ്മുടെ പെരുന്തച്ചൻ എന്ന സിനിമയിൽ തിലകൻ ചേട്ടൻ്റെ മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതായിരുന്നു പുള്ളിക്കാരൻ മലയാളത്തിൽ ആദ്യമായിട്ട് ഡെബ്യൂ ചെയ്ത മൂവി. പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ അച്ഛൻ തന്നെ ഡയറക്റ്റ് ചെയ്ത അനഴകൻ പറഞ്ഞിട്ടൊരു മൂവിയിൽ പുള്ളിക്കാരൻ ഹീറോ ആയിട്ട് അഭിനയിച്ചു. അതൊരു സക്സസ് ആയിരുന്നു. അതിൽ പുള്ളിക്കാരൻ ഒരു ഫീമെയിൽ ആയിട്ടാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. അതൊരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണെന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. കാരണം ആ ടൈമിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഫ്രഷ് ആയിരുന്നു, അതുകൊണ്ടാണ് ജനങ്ങൾ, ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ജീൻസ് ഇറങ്ങുന്നത്. അതിനുശേഷം പുള്ളിക്കാരൻ്റെ കരിയറിൽ ഈ റൊമാൻറ്റിക് റോൾസ് അങ്ങോട്ട് ഫ്ലഡ് ചെയ്ത് വന്നു. കണ്ണെതിരെ തോன்றிയ കാതൽ കവിതം, ഓർമ്മകൾ ഉർവാലം, ജോഡി, ഹലോ, ആസയിലെ ഒരു കടിതം, അങ്ങനെ ഒത്തിരി പ്രൊജക്ട്സ് ആണ് പുള്ളിക്കാരൻ ചെയ്തത്. എല്ലാം റൊമാൻറ്റിക് റോൾസ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2002-ല് ഹരി ഡയറക്റ്റ് ചെയ്ത തമിഴ് എന്നൊരു പടത്തിൽ പുള്ളിക്കാരൻ ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടർ അപ്രോച്ച് നടത്തി. അതിൽ കുറച്ചും കൂടെ റഫായിട്ട് താടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു ടെറർ വൈബിലുള്ള സംഭവം നടത്തി. അത് ഹിറ്റായതോടുകൂടിയിട്ട് പുള്ളിക്കാരൻ്റെ കരിയറിൽ ഒരു ചേഞ്ച് വന്നു. അതൊരു വൻ ടേണിംഗ് പോയിൻ്റായി. പുള്ളിക്കാരന് പിന്നെ അങ്ങനത്തെ ഉള്ളൊരു സീരിയസ് മെച്യൂർഡ് റോൾസൊക്കെയാണ് പിന്നെ കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ 2004-ല് പുള്ളിക്കാരൻ്റെ അച്ഛന് വേണ്ടിയിട്ട്, അതായത് പുള്ളിക്കാരൻ്റെ ഓൺ പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടല്ലോ, ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട്, അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ അഭിനയിച്ചിട്ട് ആ മൂവി ഫ്ലോപ്പായി. ജയ് എന്ന് പറഞ്ഞ മൂവിയാണ്. അതിനുശേഷം പുള്ളി ഒരു ബ്രേക്ക് എടുത്തു. 2 വർഷം കഴിഞ്ഞിട്ട് പുലൻ വിസാരണ 2 പറഞ്ഞിട്ടൊരു മൂവി ഉണ്ട്. അതായത് 1990s ഇറങ്ങിയൊരു പടത്തിന്റെ സീക്വലാണ്. RK സെൽവമണി ഡയറക്ട് ചെയ്ത മൂവിയാണ്. ഇതിന്റെ സൗണ്ട് ട്രാക്കും ട്രെയിലറും ഒക്കെ അപ്പം തന്നെ റിലീസ് ചെയ്തു 2006-ല്. പക്ഷെ പടം വരുന്നത് 2015-ലാണ്. ആലോചിച്ച് നോക്ക്, 8-9 വർഷത്തിന്റെ ഡിലേ സംഭവിച്ചു ആ പടത്തിന്. കാരണം പ്രൊഡ്യൂസറിന്റെ കയ്യിൽ കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ആയിരുന്നു അതിന്റെ കാരണം. അങ്ങനെ പുള്ളിക്കാരൻ കരിയറിന്ന് വലിയൊരു ബ്രേക്ക് എടുത്തു. ഒരു ബിസിനസ് ഒക്കെ തുടങ്ങി. ടി നഗറിൽ ഒരു 12 ഫ്ലോർ ജ്വല്ലറി ഓപ്പൺ ചെയ്തു. പിന്നെ അതിന്റെ നടത്തിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് സിനിമയിലൊക്കെ വന്ന് അഭിനയിക്കും, പോവും, അങ്ങനെയൊക്കെ ആയിരുന്നു പുള്ളിക്കാരൻ ഒരു 2010 to 2000 ഈ പ്രസന്റ് വരയ്ക്കുള്ള കാലഘട്ടത്തിൽ പുള്ളിക്കാരൻ ചെയ്തത്. അധികം പ്രൊജക്ട്സ്, അതായത് സിനിമയായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള പ്രൊജക്ട്സ് ഒക്കെ വളരെ കുറവായിരുന്നു പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പുള്ളിക്കാരൻ അന്ധാധുൻ എന്ന മൂവിയുടെ റീമേക്കുമായിട്ട് വരുന്നത്. ഇതും അനൗൺസ് ചെയ്തിട്ട് കുറേ ആയി. 2019-ല് സംതിങ് അനൗൺസ് ചെയ്താണ്. കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അത് റിലീസ് ചെയ്യുന്നത്. പക്ഷെ പടം അത്യാവശ്യം നല്ല റെസ്പോൺസാണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സോളിഡ് പെർഫോമൻസ് ആണ്. കാരണം സാധാരണ റീമേക്ക് മൂവിക്ക് കിട്ടാവുന്ന അപ്രിസിയേഷനേക്കാളും കൂടുതൽ അപ്രിസിയേഷൻ ഈ മൂവിക്ക് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് പ്രശാന്തിൻ്റെ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ്. സോ ഇതിൽ നമുക്ക് പ്രശാന്ത് ഫിലിം ഇൻഡസ്ട്രിക്ക് തിരിച്ചു വരികയാണെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന വിജയുടെ മൂവിയായ ഗോട്ടിലും പുള്ളിക്കാരനൊരു പ്രധാന ക്യാരക്ടർ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും സക്സസ്ഫുൾ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, താങ്ക് യു.